നമസ്കാരം. ഞാൻ കാവാല ശശികുമാർ. ഇക്കാര്യം അറിഞ്ഞു. അതിനിടയ്ക്ക് ഇങ്ങനെയും ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ കാണാനില്ല, ആഭ്യന്തരമന്ത്രി എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, പാർലമെൻറ്റിലെ ബഹളം, പിന്നെ പുറത്ത് ബഹളം, പ്രസ്താവനകൾ ഒക്കെ നടക്കുമ്പോഴും ചില ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അവരെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും കടുത്ത യുദ്ധത്തിലാണ്. അത് 5 മാസത്തിലേറെയായി യുദ്ധമായിട്ട്. ഇടയ്ക്ക് ഒന്ന് തണുത്തെങ്കിലും വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പം അത് ശക്തമാകുന്നു. ഇതേറെ ബാധിക്കുന്നത് ഇന്ത്യയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പല രാജ്യങ്ങളെയും ആശ്രയിച്ചാണ് നമ്മളുടെ പല കാര്യങ്ങളും നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ധനത്തിൻ്റെ കാര്യമാണ് മുഖ്യമായിട്ടുള്ളത്. അതൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ എത്തുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളെല്ലാം തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഹോർമൂസ് കടലിടുക്കിൽ വഴിയായിരുന്നു നമുക്ക് ഇറാനിൽ നിന്ന് ഇന്ധനം എത്തിക്കൊണ്ടിരുന്നത്. അത് എത്തിക്കൊണ്ടിരുന്നതിന് തടസ്സമുണ്ടായി. പക്ഷേ പിന്നെ ഭാരതത്തിൻ്റെ ഓരോ ടാങ്കുകൾ ഒക്കെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനമുണ്ട്, അതിന് പ്രത്യേക അനുമതികളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും അതിനെതിരെയും ആക്രമണം നടക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അത് പിന്നെ ഭാരതത്തിൻ്റെ വാഹനമായതുകൊണ്ടല്ല, ഭാരതത്തിലേക്ക് മാത്രമായതുകൊണ്ടല്ല. പക്ഷേ അവൾ വീണ്ടും അവിടെ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഇതിന് കൂടാതെ ഇപ്പോൾ അത് മാത്രമല്ലാതെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതും വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കരിങ്കടൽ, ചെങ്കടൽ, ഏദൻ ഗൾഫ്, അറേബ്യൻ കടൽ എന്നീ മാർഗ്ഗങ്ങളും കൂടി ഇപ്പോഴേതാണ്ട് അടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അടഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഇത് ഇറാനിൽ നിന്ന് നമുക്ക് എത്തിക്കൊണ്ടിരുന്ന ഇന്ധനത്തിന് പുറമെ റഷ്യയിൽ നിന്ന് നമുക്ക് എത്തുന്നതിനും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെങ്കടലിലെയും ഏദൻ ഗൾഫിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രം ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ബാബ് അൽ മന്ദ എന്നൊരു കടലിടുക്കുണ്ട്. ആ കടലിടുക്കിലും ഇപ്പോൾ വളരെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. ഏറെ സങ്കീർണമായ കാലാവസ്ഥ, കടലൊഴുക്ക് ഇതൊക്കെ കൂടി ആയിട്ട് ആകെക്കൂടി വളരെ ശ്രമകരമാണ് അതുവഴി കടന്നു വരുന്നതിന് പോലും. ആ കടന്നു വരുന്ന ആ പ്രദേശത്തിന് പറയുന്നത് അതിനെ മറ്റേ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നാണ്. കണ്ണീരിൻ്റെ വാതിൽ. കണ്ണീരിൻ്റെ വാതിൽ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രമാത്രം ഡേഞ്ചറസും അപകടകരവും സാഹസികവുമായ യാത്ര നടത്തേണ്ട സ്ഥലമാണ്. അവിടം പോലും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൗതി തീവ്രവാദികൾ അവർ സൗദി അറേബ്യയിലേക്കുള്ള ടാങ്കറുകൾ അവിടെ തടയും എന്ന് പറഞ്ഞു തടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. ഇതോടെ ഈ പ്രതിദിനം 43 ടാങ്കറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ ഏതാണ്ട് 31 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വരും ദിവസങ്ങളിൽ വീണ്ടും കുറയാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഈ സാഹചര്യത്തിൽ ഭാരതം നേരിടാൻ പോകുന്ന ഒരു ഊർജ്ജ മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്ധനത്തിൻ്റെ മേഖലയിൽ ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 5 മാസമായി തുടർച്ചയായി ഇങ്ങനെ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇന്ധനത്തിൻ്റെ ക്ഷാമം അതിരൂക്ഷമായി ബാധിക്കാതിരുന്ന കാലം. മറ്റ് പല രാജ്യങ്ങളിലും മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തു കിടന്നിട്ടാണ് ഒരു വണ്ടിയിൽ പെട്രോൾ നിറയ്ക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വലിയ കുത്തനെയുള്ള വിലയും. പക്ഷേ ഈ നഷ്ടങ്ങളെല്ലാം സഹിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ കരുതലും ഒക്കെ കൊണ്ടാണ് അതെല്ലാം നമുക്ക് അതിജീവിക്കാനായത്. അതായത് പക്ഷേ പാർലമെൻറ്റ് അനക്സിൽ, പാർലമെൻറ്റിൻ്റെ കെട്ടിടത്തിൻ്റെ ഭാഗമായി തന്നെയുള്ള ഭാഗത്ത് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ്, അതായത് രാജ്യസുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. മന്ത്രിസഭയുടെ ഉപസമിതിയുണ്ട്. ആ സമിതിയുടെ ചർച്ച നടന്നു. മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു, ആഭ്യന്തരമന്ത്രി പങ്കെടുത്തു, പ്രതിരോധ മന്ത്രി പങ്കെടുത്തു, ധനമന്ത്രി പങ്കെടുത്തു, വാണിജ്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തു, പിന്നെ നമ്മളുടെ ഷിപ്പിങ്ങിൻ്റെ വകുപ്പ് മന്ത്രി പങ്കെടുത്തു, പെട്രോളിയം മന്ത്രി പങ്കെടുത്തു, പിന്നെ രാസവള വകുപ്പ് മന്ത്രി അദ്ദേഹവും പങ്കെടുത്തു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാർ പങ്കെടുത്ത് അവരവരുടെ ഓരോ മന്ത്രാലയത്തിൻ്റെയും നിലവിലുള്ള സ്ഥിതി, കരുതൽ, ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് 2 മണിക്കൂറോളം നീണ്ട മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് ശേഷം അവർ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അത് ഒക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ പോകുന്നുണ്ട്. പ്രവണതകൾ കേട്ടാൽ, വർത്തമാനങ്ങൾ കേട്ടാൽ, വാർത്തകൾ കേട്ടാൽ രാജ്യം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയാണെന്നുള്ള തോന്നലാണ് ഉണ്ടാകുന്നത്. അങ്ങനെയല്ല, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ആ ഫാക്റ്റ് അതിൻ്റെ ഉൽപ്പാദനം വളരെയേറെ വെട്ടി ചുരുക്കിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫാക്റ്റ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൂടെ അത് പല മിശ്രിതങ്ങൾ ചേർത്തിട്ടാണ് അവർ ഫാക്ട് ആൻഡ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. അതാണ് രാസവളം. കേരളത്തിൻ്റെ മാത്രമല്ല, സൗത്ത് ഇന്ത്യയുടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഒക്കെ ഫാക്ട് ആൻഡ് ഫോഴ്സിൻ്റെ അയക്കൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഇറക്കുമതി ചെയ്യുന്നതാണ്.
അത് മൊറോക്കോയിൽ നിന്നാണ് ഫോസ്ഫേറ്റ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇത് എത്തേണ്ടത് ഈ പറഞ്ഞ ഈ യുദ്ധം നടക്കുന്ന മേഖലയിൽ കൂടിയാണ് നമ്മുടെ ഇവിടേക്ക് അതിൻ്റെ ചരക്കെത്തേണ്ടത്. അതിന് തടസ്സം നേരിട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഫോസ്ഫേറ്റ് കിട്ടാത്തതുകൊണ്ട് ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് ഉണ്ടാക്കാനാവുന്നില്ല. ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഫാക്ടം ഫോസ് നിർമ്മിച്ച് പുറത്തിറക്കേണ്ട, രാസവളമായി പുറത്തിറക്കേണ്ട പ്രക്രിയ നടക്കുന്നില്ല. നമ്മുടെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. പക്ഷേ അത് അവസാനം നമ്മുടെ കർഷകർ ഉപയോഗപ്രദമായിട്ടുള്ള ഫാക്ടം ഫോസ് ആക്കി മാറ്റുവാൻ വേണ്ടിയുള്ള സംവിധാനം ഇല്ലാതായിരിക്കുന്നു, ഈ അസംസ്കൃത വസ്തു ഇല്ലാത്തതുകൊണ്ട്. ഈ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര രാസവള വകുപ്പ് മന്ത്രി JP നദ്ദയും ഇന്നലത്തെ മീറ്റിംഗിലുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി അവിടെ നടക്കുമ്പോൾ നമുക്ക് ഇനി വരും നാളുകളിൽ 5 മാസത്തിലേറെ യുദ്ധം കടന്നു പോകുമ്പോൾ വരും നാളുകളിൽ നമുക്ക് ഇടയ്ക്കുന്ന പാചകവാതകത്തിൻ്റെ ക്ഷാമം നമുക്കുണ്ടായി. അത് നമ്മുടെ ഏതെല്ലാം മേഖലയെ ബാധിച്ചു നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇറാനിൽ നിന്ന് നമുക്ക് വിറ്റമിൻ എന്ന് പറയുന്നത് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ വരുന്നത് അവിടെ നിന്നാണ്. ആ സംഗതി നമുക്ക് കിട്ടാതായിരിക്കുന്നു. അതിനും ചെറിയ തരത്തിലുള്ള സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, ഇന്ധനമില്ലായ്മ എന്ന് പറഞ്ഞ രാജ്യസുരക്ഷയാണ്. ആ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പാർലമെൻറ്റിലേക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ഓഗസ്റ്റ് 13 വരെയാണ് നമുക്ക് പാർലമെൻറ്റ് ഉള്ളത്. ആ ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അത് പക്ഷേ സർക്കാരിനെ ബാധിക്കുന്നില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാരെല്ലാം ചെയ്യുന്നു. നമ്മൾ ജനാധിപത്യ ക്രമം എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഡിസ്കഷൻ നടത്തിയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇതൊക്കെ. ആ തീരുമാനങ്ങൾക്ക് ഡിസ്കഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അതേസമയം രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ സുഭദ്രമായി കാര്യങ്ങൾ പോകുന്നു. അതും നല്ല വാർത്തയാണ്. വീണ്ടും കാണാം. നമസ്കാരം.